ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻ പദം. ചിത്സ്വരൂപികളെ, ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്തനീയ വിഷയം ചെത്തുകാരുമായി കൂടിക്കഴിയരുത്. ചെത്ത് ഒരു മഹാവ്യാധിയാണ്. ഒരവയവത്തിന് കുഷ്ഠരോഗമുണ്ടായാൽ ദേഹം മുഴുവൻ അത് ദുഷിപ്പിക്കുന്നത് പോലെ ചിലർ ചെത്തുന്നത് മൂലം സമുദായം മുഴുവൻ കെട്ടുപോകുന്നു. രോഗം പിടിപെട്ട അവയവം നാം മുറിച്ചു കളയുന്നു. ചെത്തുകാരെയും സമുദായത്തിൽ നിന്ന് വേർപെടുത്തണം. അവരുമായി കൂടിക്കഴിയരുത്. പ്രിയരെ, ഒരു സംഭാഷണ മധ്യേ ഗുരു ഭക്തന്മാരോടായി പറഞ്ഞതാണിത്. രാവിലെ എഴുന്നേറ്റ് അല്പം വ്യായാമമൊക്കെ ചെയ്ത ശേഷം ശുദ്ധജലത്തിൽ കുളി നടത്തി ആദ്യം ദേഹത്ത് വെള്ളമൊഴിച്ചപ്പോഴുണ്ടായ തണുപ്പ് കുളി കഴിഞ്ഞപ്പോഴില്ല. പതിവ് പോലെ കുറച്ചുനേരം ഈശ്വര ധ്യാനത്തിൽ മുഴുകി. അപ്പോഴേക്കും പ്രിയപത്നി ചായയുമായെത്തി. അത് കുടിച്ചു തീരുന്നതുവരെ കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഏത് പ്രവൃത്തി ചെയ്യുന്നതിനും ഒരു ഉന്മേഷമുണ്ട്. ഒരു നല്ല പ്രഭാതം ഈശ്വരൻ നമുക്കായി നൽകിയിരിക്കുകയാണ്. കുടുംബ സൗഹൃദത്തിന്റെ ആ നല്ല വേളയിലേക്ക് അയൽവീട്ടിലെ ഒരു പെൺകുട്ടി നിലവിളിച്ചുകൊണ്ട് ഓടി വന്നു കയറി. ഭയവും സങ്കടവും ചേർന്ന് അവളുടെ മനസ്സിനകം വിങ്ങുന്നത് ഞാൻ അറിഞ്ഞു. ചെത്തു തൊഴിലാക്കിയ അച്ഛൻ ചെത്തിക്കൊണ്ടുവന്ന കള്ളിൽ നിന്ന് ഒരു ഓഹരി രാവിലെ തന്നെ ഉള്ളിലാക്കി. ലഹരി മൂത്തതോടെ വഴക്കായി. വഴക്ക് അമ്മയുമായുള്ള അടിപിടിയിലെത്തി. അത് കണ്ട് ഭയന്നിട്ടാണ് ആ കുട്ടിയുടെ വരവ്. അതയുടെ നല്ലൊരു ദിവസത്തിന്റെ നഷ്ടപ്പെടലാണ് അവൾക്കും അവളുടെ കുടുംബത്തിനും ഉണ്ടായിട്ടുള്ളത്. അപ്പോഴത്തെ അവളുടെ നില എന്നെയും എന്റെ കുടുംബ സൗഹൃദത്തെയും മ്ലാനമാക്കുകയും ചെയ്തു. എന്തിനും ഒരു നല്ല തുടക്കം വേണ്ടതുണ്ട്. അതുണ്ടാവുന്നത് നല്ല മനസ്സിൽ നിന്നും, നല്ല മനസ്സുകളുടെ കൂടിച്ചേരലിൽ നിന്നും, നല്ല ആത്മവിശ്വാസത്തിൽ നിന്നുമാണ്. അതിന് തടസ്സമുണ്ടാക്കുന്നവരാണ് ചെത്തുകാർ. അവർ കുടുംബത്തെയും സമുദായത്തെയും സമൂഹത്തെയും ദുഷിപ്പിക്കുന്നവരാകയാൽ അവരുടെ സാന്നിധ്യം നല്ല കാര്യത്തിൽ ഉണ്ടാവരുത്. സ്നേഹപൂർവ്വം, രഞ്ജൻ കയനാടത്ത്.